നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം നീ വെച്ച കെണിയിൽ നീ തന്നെ വീഴും എന്നുള്ള വചന സന്ദേശം. ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. നാം ആർക്കെങ്കിലും വേണ്ടി കെണി വെച്ചാൽ ആ കെണിയിൽ നാം പെടും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ സംഭവം ഞാൻ ഓർക്കുന്നു. ഒരു യുവാവ് അവന്റെ യൗവനത്തിൽ ചെയ്തൊരു കാര്യം. അവൻ പറഞ്ഞ്, ഞാൻ പ്രേമമൊക്കെ നടിച്ചും സ്നേഹം നടിച്ചും കല്യാണം കഴിക്കാനാണ് എന്നുള്ള ആ ഒരു രീതിയിൽ അവതരിപ്പിച്ചുമൊക്കെ 2 പെമ്പിള്ളേരെ ഞാൻ വഞ്ചിച്ചു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി അതെല്ലാം മാറ്റി ആ ഒരു പാപജീവിതം ഉപേക്ഷിച്ച് പിന്നെ അവന് വിവാഹ ജീവിതത്തിന് വേണ്ടി അവൻ ഒരുങ്ങുകയും ചെയ്തു. പക്ഷെ അവൻ പറഞ്ഞൊരു കാര്യം, ഞാൻ വളരെ ആലോചിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ നേടിയെടുത്ത ഒരു വിവാഹമാണെങ്കിലും ജീവിത പങ്കാളിയാണെങ്കിലും അവസാനം ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ അവൾ എന്നെ വഞ്ചിച്ചു, എൻ്റെ ഭാര്യ എന്നെ വഞ്ചിച്ചു. ഇപ്പം വിവാഹത്തിന് മുമ്പ് 2 പേരെ വഞ്ചിച്ചതാ. ഞാൻ അവരോട് പറഞ്ഞത്, സാധാരണ നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്, ഈ പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതി എന്ന് പറഞ്ഞ പോലെ നീ പ്രവർത്തിച്ച കാര്യങ്ങൾ അന്ന് അവരനുഭവിച്ച വേദന നീ മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കാം. ഒരു കാര്യം വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതാണ്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കെണി വെച്ചാൽ ആ കെണിയിൽ നാം പെടാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില വചനഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ്, എവരി ആക്ഷൻ ഹാസ് എ റിയാക്ഷൻ ഓർ റിപ്പർക്കഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിനൊരു പ്രതിഫലനം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ലത് ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം. ആദ്യമായിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണുന്നത് ദൈവനീതി വെളിപ്പെടുത്തുന്ന ചില വചനഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കെണി വെച്ചാൽ ആ കെണിയിൽ ഞാൻ പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവനീതി വെളിപ്പെടുത്തുന്ന ചില വചനഭാഗങ്ങൾ. യെശയ്യാ 33-ാം അധ്യായം 1-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കാൻ നീ പരിശ്രമിക്കുന്നെങ്കിൽ നിന്റെ വഞ്ചന തീരും മുമ്പ് നീ വഞ്ചിക്കപ്പെട്ടിരിക്കും. അപ്പൊ അതൊരു നീതിയുടെ ഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവനീതി വെളിപ്പെടുത്തുന്ന ഒരു വചനഭാഗം. പുറപ്പാട് 34-ാം അധ്യായം 5 മുതൽ വായിക്കുമ്പോൾ അവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കാരുണ്യവാനായ ദൈവം. പക്ഷേ അതോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, കുറ്റവാളികളുടെ നേരെ കണ്ണടയ്ക്കാത്തവൻ. അതാണ് ദൈവനീതി. നമ്മുടെ പാപത്തിന് ശിക്ഷയുണ്ട്, പക്ഷെ നമ്മൾ അനുദപിച്ച് പാപത്തിന് പരിഹാരം ചെയ്യുമ്പോൾ അത് നമ്മളിൽ നിന്ന് നീങ്ങിപ്പോവുകയും നമുക്ക് പകരം കരുണ ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. ജോഷുവയുടെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, ജോഷുവ 9:1 മുതൽ ഗിബിയോൻകാര് അവർ വന്നിട്ട് ഇസ്രായേൽക്കാരെ വഞ്ചിച്ച്, അവർ ആ ഏരിയയിലുള്ള ആൾക്കാരൊന്നുമല്ല, ദൂരേന്ന് വന്നതാണ്. തേഞ്ഞ ചെരുപ്പ്, പഴകിയ സഞ്ചി, അതുപോലെ കീറിയ വസ്ത്രം ഇതെല്ലാം ധരിച്ച് അവർ വന്നിട്ട് പറഞ്ഞു, ദൂരേന്ന് ഞങ്ങൾ വരുന്നതാണ്, ഞങ്ങളെ സംരക്ഷിക്കണം. അതെല്ലാം കണ്ട് വിശ്വസിച്ച് അവരെ സംരക്ഷിക്കും, അവരെ ഒരിക്കലും ദ്രോഹിക്കില്ല, കൊന്നുകളയില്ല എന്ന് ഒരു കരാർ ഉറപ്പിച്ചു. ഇവർ ശരിക്കും പറഞ്ഞാൽ ആ കരാറ് ഉണ്ടാക്കിയത് വഞ്ചനയിലൂടെയാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, സാവൂൾ ഇവരെ വഞ്ചിച്ച് അവരിൽ കുറെ പേരെ വധിക്കുന്നത് കാണാൻ പറ്റും. പിന്നീട് നമ്മൾ കാണുകയാണ്, സാവൂളിന്റെ കുടുംബത്തിൽ നിന്നും 7 പേരെ തെരഞ്ഞെടുത്ത് അവരെ തൂക്കിലിടുന്ന ആ ഒരു സംഭവം. ഇവിടെ എല്ലാം നോക്കി, ഒരാളുടെ വഞ്ചന കഴിഞ്ഞപ്പോഴത്തേക്കും ആ വഞ്ചിച്ചവർ വീണ്ടും വഞ്ചിക്കപ്പെടുന്ന ആ ഒരവസ്ഥ. ഇതെല്ലാം ബൈബിളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. 2 സാമുവേൽ 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ദാവീദിന് ഒരു സന്ദേശം കിട്ടി, സാവൂളിന്റെ രക്തപാതക കുറ്റം കിടക്കുന്നു, അതുകൊണ്ടാണ് ഇവരുടെ മേൽ, ഈ ദേശത്തിന്റെ മേൽ ഈ വിനയെല്ലാം വരുന്നത് എന്ന്. അതിന് പരിഹാരം ചെയ്യാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നതിനെ കുറിച്ച് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 2 സാമുവേൽ 21-ാം അധ്യായം. മറ്റൊരു കാര്യം ബൈബിൾ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നതാണ്, നീ കെണി വെച്ചാൽ നീ ആ കെണിയിൽ പെടും എന്നുള്ളത്. ഏതാനും ചില ബൈബിൾ കഥാപാത്രങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. 1-ാമത്തെ വ്യക്തിയാണ് ഹാമാൻ. എസ്തേർ 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനം 5-ാമത്തെ വചനം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മൊർദെഖായി ഹാമാന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ മടിച്ചു. അവൻ പറഞ്ഞത്, ദൈവത്തിന്റെ മുമ്പിലേ ഞാൻ മുട്ടുമടക്കി ആരാധിക്കത്തുള്ളൂ. അത് ഹാമാൻ ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഇവനെ കഴുമരത്തിൽ കയറ്റാനുള്ള ആ ഒരു തീരുമാനത്തിൽ കഴുമരം ഉണ്ടാക്കി. 50 മുഴം ഉയരമുള്ള കഴുമരം നമ്മൾ കാണുകയാണ്. അവസാനം ഹാമാൻ തന്നെയാണ് അതിനകത്ത് തൂക്കപ്പെട്ടത്. മറ്റൊരാൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കഴുമരത്തിൽ അവൻ തന്നെ തൂക്കപ്പെടുന്ന രംഗം പിന്നീട് നമുക്ക് കാണാൻ പറ്റും. ആഹാബ്, ജസബൽ അവര് കെണിയൊരുക്കി നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ചതാണ്. പിന്നീട് നമ്മൾ കാണുകയാണ് ആഹാബിന്റെ മരണവും ജസബലിന്റെ മരണവും. 2 പേരും രക്തം ചിന്തി രക്തം വാർന്ന് മരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഒരാളെ വഞ്ചിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് വന്ന അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് നമ്മളിവിടെ കാണുക. ദാവീദിന്റെ കാര്യമെടുത്താൽ, ദാവീദ് ഉറിയായെ വഞ്ചിച്ചു. വഞ്ചനയിലൂടെ അവരുടെ മരണത്തിലേക്ക് നയിച്ചു. കാരണം അവന്റെ ഭാര്യയെ ബത്ശേബയെ ദാവീദ് പ്രാപിച്ചു, അവൾ ഗർഭിണിയായി.
അതിൻ്റെ ഉത്തരവാദിത്വം ഉറിയായുടെ തലയിൽ വെക്കാൻ നോക്കിയിട്ട് നടക്കാതെ വന്നപ്പോൾ അവനെ മരണത്തിലേക്ക് നയിക്കാനുള്ള പദ്ധതി ഒരുക്കുന്ന ദാവീദിനെയും കൂട്ടരെയും കാണാൻ പറ്റും. പിന്നീട് നമ്മൾ കാണുകയാണ് ദാവീദിന്റെ കുടുംബത്തിലുണ്ടായ വഞ്ചനയുടെ ഒരു നിര നമുക്ക് കാണാൻ സാധിക്കും. ഒരു നിര വഞ്ചന, ഒന്നിനു പുറകെ ഒന്നായിട്ട് വഞ്ചന അവിടെ സംഭവിക്കുന്നത് കാണാൻ പറ്റും. 2 സാമുവേൽ 11 അധ്യായത്തിലാണ് ഈ ബത്ശേബയെ പ്രാപിക്കുന്നതും അതിൻ്റെ പരിണതഫലമായിട്ട് ഉറിയായെ മരണത്തിലേക്കൊക്കെ തള്ളിവിടുന്നത്. 2 സാമുവേൽ 12:11 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, നിന്റെ ഭാര്യയെ അന്യര് പ്രാപിക്കും എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കാണുകയാണ് അബ്സലോം, ദാവീദിന്റെ തന്നെ മകനാണ്, അവൻ്റെ ഉപനാരികളെ പട്ടാപ്പകൽ പ്രാപിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് വായിക്കാൻ പറ്റും. അത് 16 അധ്യായം 23 വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. 2 സാമുവേൽ 13:1 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, അമ്നോൻ താമാറിനെ വഞ്ചിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ താമാറിനെ വഞ്ചിച്ച അമ്നോനെ അബ്സലോം വഞ്ചിക്കുന്നത് കാണാൻ പറ്റും. അവിടെ ഞാൻ പറഞ്ഞു, ഒരു പരമ്പര പോലെ, വഞ്ചനയുടെ പരമ്പര പോലെ ഈ ഒരു ബുക്കിൽ, ഈ 2 സാമുവേൽ ആ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്നുണ്ട്, 2 ശ്രേഷ്ഠന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് ദാനിയേലിന്റെ പുസ്തകം 13 അധ്യായം വായിച്ചാൽ മതി. ഈ 2 പേരും സൂസന്നായുടെ ആ ഒരു ശരീരകാന്തി അവരിഷ്ടപ്പെട്ടു, അവളെ പ്രാപിക്കാൻ ആഗ്രഹിച്ചു, നടക്കാതെ വന്നപ്പോൾ വഞ്ചനയിലൂടെ അവളെ കൊലപാതകത്തിലേക്ക്, അവരെ മരണത്തിലേക്ക് തള്ളിവിടാൻ നോക്കി. അവസാനം നമ്മൾ കാണുന്നു, ആ 2 ശ്രേഷ്ഠന്മാരും അവരെ ജനം കല്ലെറിഞ്ഞു കൊല്ലുന്ന ആ ഒരു രംഗം. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് വഞ്ചിക്കാൻ നോക്കിയവര്, മറ്റുള്ളവർക്ക് കെണി ഒരുക്കിയവര് ആ കെണിയിൽ തന്നെ പെടുന്നതിനെ കുറിച്ചാണ്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ നമുക്ക് ഇങ്ങനെയുള്ള പാപത്തിലേക്ക് പോകാതെ കണ്ട് സുരക്ഷിതരായി ജീവിക്കാനുള്ള ഒരു പ്രചോദനം നമുക്കുണ്ടാകും. അതിനുവേണ്ട കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, കള്ളക്കേസിൽ കുടുങ്ങി നട്ടം തിരിയുന്ന പല വ്യക്തികളുമുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, ദൈവിക സംരക്ഷണം കിട്ടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, പാപികളായ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളുടെ മേൽ നിപതിച്ച ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. മേലിൽ പാപം ചെയ്യാതിരിക്കാൻ തീരുമാനമെടുത്ത് ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാത്തു സംരക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പരസ്പരം ക്ഷമിക്കാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പാപരഹിത ജീവിതം നയിച്ച് ഞങ്ങളുടെ ഇഹലോക ജീവിതം അനുഗ്രഹപ്രദമാക്കാനും പരലോക ജീവിതത്തിന് അർഹത നേടാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം പരിഗണിക്കണമേ. അതെല്ലാം അവിടുന്ന് നടത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.